അൽഹാഖയിൽ 17-ാമത്തെ ആയത്ത് വരെയാണ് പഠിച്ചത്. ഇൻഷാല്ലാഹ് നമുക്കത് തുടരാം. അടുത്ത ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം, സൂറത്തുൽ അൽഹാഖയുടെ വാക്യം നബിചരിത്രമൊക്കെ തുടരാം. ഇപ്പൊ നമ്മൾ ഖുർആൻ ഇറങ്ങിയ മാസം നമ്മളിൽ നിന്ന് അവസാനിച്ചു. ഈ കഴിഞ്ഞ റമദാനിൽ നമുക്ക് ഖുർആനുമായി നല്ലൊരു ബന്ധമുണ്ടായി. ഖുർആൻ ഓതുന്നതിന് പ്രത്യേകിച്ച് സമയമുണ്ടോ റമദാന്? ഇല്ല. എല്ലാ സമയത്തും നമുക്ക് ഖുർആൻ ഓതായി. റമദാനിൽ ക്ലാസ് ഉണ്ട് എന്ന് നിങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കര താല്പര്യത്തിലാണ്. പക്ഷെ റമദാൻ കഴിഞ്ഞപ്പോൾ ഈ ഖുർആനുമായിട്ടുള്ള ബന്ധത്തിൽ ചെറിയൊരു വിള്ളൽ ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വന്ന നിങ്ങളല്ല, മറ്റുള്ളവരുടെ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ ഖുർആനുമായിട്ട് ആ റമദാനിൽ ഉണ്ടായ ഒരു ബന്ധത്തിൽ ചെറിയൊരു കുറവ് വന്നിട്ടുണ്ട്. ശരിക്ക് നമുക്ക് ഒരു മാസം നമ്മുടെ ഈ പരിശീലനവും ട്രെയിനിങ്ങും കൊടുക്കുക, കൂടുതൽ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ജോലികളിലൊക്കെ എന്ത് ചെയ്യേണ്ടതുണ്ട്, ട്രെയിനിങ് കൊടുക്കും. അപ്പൊ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ സജീവമായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കാം. നമുക്ക് ഒരു മാസം ഖുർആനുമായി നല്ല ബന്ധം ഉണ്ടാക്കാനുള്ള ഒരു പരിശീലനം കിട്ടി. ഖുർആനുമായി നല്ല താല്പര്യം ഒരു മാസം വളർത്തിയെടുത്തിട്ട് റമദാൻ കഴിഞ്ഞപ്പോൾ ഒക്കെ ഒഴിവാക്കി. അവിടെ ഒരു മുസ്ലിം ആണെങ്കിൽ അറിവ് ഖുർആനിലെയും ഹദീസിന്റെയും ഇസ്ലാമിക പ്രമാണങ്ങളുടെയും ഇസ്ലാമിനെ കുറിച്ചും അറിയാവുന്നത് ഓരോ മുസ്ലിമിന്റെ മേൽ ഫർളായ ബാധ്യതയാണ്. അറിവ് അന്വേഷിക്കൽ നിർബന്ധമാണ്. എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമായ ഒരു കാര്യം, ഫറദായ ഒരു കാര്യം. മുസ്ലിമാണോ ഖുർആനും ഖുർആന്റെ ആശയങ്ങളും പ്രവാചക ജീവിതവും ഹലാലും ഹറാമും ഇസ്ലാമിക നിയമങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. അതിന് പ്രായമൊന്നുമില്ല. നമ്മുടെ മരണം വരെ എന്തെങ്കിലും ഇസ്ലാമിക വിഷയങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ആ നിർബന്ധ ബാധ്യത നമ്മൾ നിർവഹിക്കുമ്പോൾ ചെറിയ പ്രതിഫലമൊന്നുമല്ല, വലിയ ഓഫറും വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്തത്. നമ്മുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിച്ചാൽ, അല്ലെങ്കിൽ ഖുർആനിലെ ആശയങ്ങൾ പഠിച്ചാൽ, ഇസ്ലാമിക അറിവ് സമ്പാദിച്ചാൽ നമുക്ക് കിട്ടുന്ന ഗുണം എന്താ? ഒന്ന്, നമ്മുടെ അറിവ് അന്വേഷിക്കുന്നവൻ. ഇസ്ലാമിലെ ഇവിടെ ഇൽമ് എന്ന് ഉദ്ദേശിച്ചതാണ് ഭൗതികമായ അറിവല്ല. ഖുർആന്റെ ആശയങ്ങൾ ഇസ്ലാമികമായ മതപരമായ അറിവ് അന്വേഷിക്കുന്നവന് വായിക്കും. അവന് വേണ്ടി പാപമോചനത്തിന് തേടുന്നു. എല്ലാ വസ്തുക്കളും അവന്റെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്യും. ആരുവരെ? കടലിലെ മത്സ്യങ്ങൾ വരെ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ അറിയുകയും അന്വേഷിക്കുകയും ചെയ്യുന്ന ആളുടെ പാപം പൊറുക്കാൻ വേണ്ടി അല്ലാഹുവോട് ദുആ ചെയ്തുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കും. ഇപ്പോ നമ്മുടെ ഈ നാട്ടിൽ, ഈ പ്രപഞ്ചത്തിൽ ഇവിടെ കടലിലെ മത്സ്യങ്ങൾ വരെ അള്ളാഹുവിന്റെ ദീനിന്റെ കാര്യങ്ങൾ അന്വേഷിക്കും, അത് പഠിക്കാൻ താല്പര്യം കാണിക്കുന്നവർക്ക് വേണ്ടി പാപമോചനത്തിൽ തേടുന്നു പറഞ്ഞപ്പോൾ അവിടെ കടലിലെ മത്സ്യങ്ങൾ വരെ എന്ന് പറഞ്ഞ ഭാഗത്ത് വിശദീകരിക്കുന്നത് അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളെന്നാണ്. അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികളും ഇസ്ലാമിക അറിവ് അന്വേഷിക്കുന്നവരുടെ പാപം പൊറുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് മഹത്വം അറിയും. ഇവിടെ വന്ന് നിങ്ങൾക്കും എനിക്കും കിട്ടുന്ന ഗുണം. ഇപ്പൊ നമ്മൾ എന്തിനാ വന്നത്? ഇതല്ലേ ത്വാലിബൽ. നിങ്ങൾ ഞാനിവിടെ അറിവ് അന്വേഷിച്ചു വന്നു, അല്ലാണ്ട് ബിരിയാണി കൊടുക്കേണ്ടി വന്നല്ലോ അല്ലെ? ഈ ഒരു ഇബാദത്ത്, ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് ഈ ഭൂമിയിലെ സർവ്വ അള്ളാഹുവിന്റെ സൃഷ്ടികളും കടൽ മത്സ്യങ്ങള് മലക്കുകൾ എല്ലാവരും നമ്മുടെ പാപം പുറത്തു തരാൻ വേണ്ടി അള്ളാഹുവോട് ദുആ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കണപ്പോ നിങ്ങള് നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലേ? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലേ? നമ്മുടെ ബന്ധുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കൂലേ? എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് അവരുമായിട്ട് ബന്ധം. ഈ പറഞ്ഞ കടൽജീവികളും സസ്യങ്ങളും ഉറുമ്പുകളും മറ്റു ജീവജാലങ്ങളൊക്കെ നമുക്ക് വേണ്ടി എന്തിനാ പ്രാർത്ഥിക്കുന്നത്? നമ്മൾ അവരും തമ്മിൽ എന്താ ബന്ധം? നമ്മൾ അവർക്ക് തീറ്റ കൊടുക്കണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മുടെ മാതാപിതാക്കൾ
മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് അവർക്കൊരു സ്നേഹം, അവർ നമ്മളോട് ബന്ധമുണ്ട്, സ്നേഹമുണ്ട്. ഇവരെന്തിനാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? അതാണ് അള്ളാഹുവിന്റെ നമ്മളോടുള്ള കാരുണ്യം. എന്തുകൊണ്ട് അള്ളാഹു ആ കാരുണ്യം കാണിച്ചത്? ഈ ജീവജാലങ്ങളോടൊക്കെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാ? നമ്മൾ ആരാണ്? അള്ളാഹുവിന്റെ ദീൻ ഖുർആൻ, അള്ളാഹു ഇറക്കി തന്ന ഖുർആൻ. അള്ളാഹിന്റെ ഇഷ്ടം എന്താണ്? അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്റെ ജീവിതം അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട പോലെ ഞാൻ കൊണ്ടുപോകണം. അതിന് അള്ളാഹിന്റെ ഇഷ്ടങ്ങൾ അറിയണം. അള്ളാഹിന്റെ ഇഷ്ടങ്ങൾ രേഖപ്പെടുത്തിയ പറഞ്ഞു തന്നതാണ് ഖുർആൻ. അത് അറിയണം എന്ന് നമ്മുടെ മനസ്സില്ലേ, ആ താല്പര്യമില്ലേ, അതിനുവേണ്ടി നിങ്ങൾ അധ്വാനിച്ചില്ല. ആ അധ്വാനത്തോടുള്ള അള്ളാഹുവിന്റെ കാരുണ്യമാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇപ്പോ നിങ്ങൾ ഞാൻ ചെയ്യുന്ന ഇബാദത്ത് എല്ലാ ആഴ്ചയും മുടങ്ങാതെ അറിവ് അന്വേഷിക്കണം എന്നൊരു മനസ്സുണ്ടാവും. കാരണം എന്താ പറയുക, ഇവിടെ നമുക്ക് കിട്ടിയ ഗുണത്തിന്റെ വില എപ്പോഴും അറിയാം. നമ്മുടെ ജീവിതം അവസാനിക്കില്ല. ഭൂമിയിലെ ജീവിതം അവസാനിക്കുമ്പോൾ ആദ്യം കേൾക്കേണ്ട വാക്ക് ഏതാണ്? ഭൂമിയിലെ നമ്മുടെ ജീവിതം അവസാനിക്കുമ്പോൾ ആദ്യം കേൾക്കേണ്ടത്, ഭൂമിയിൽ അവസാനം പറഞ്ഞ മരണമാണ്. ആ അവസാനിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കേണ്ടത് മലക്കുളമൊത്ത് ചെവിയിൽ വന്നിട്ട് നിനക്ക് അള്ളാഹു പാപമോചനം തരുന്നുണ്ടെന്നാണ്. ആ പാപമോചനം കിട്ടാൻ വേണ്ടി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഭൂമിയിലെ അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടികൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, മലക്കുകളടക്കം. അപ്പൊ ഈ ഗുണം നമ്മൾ മാറ്റി വെക്കണോ? എല്ലാ ആഴ്ചയും ക്ലാസ്സിന് ഡെയിലി 100 ചെയർ ഇവിടെ നിരത്തിയിടുന്നു, പബ്ലിഷ് ചെയ്യാൻ. ആദ്യത്തെ 5 മിനിറ്റ് കൊണ്ട് വരുന്ന ആദ്യം എത്തുന്ന 100 പേർക്ക് എല്ലാ ക്ലാസ്സിനും 2000 ഉറുപ്പിക വെച്ച് കൊടുക്കും. ഗേറ്റിന്റെ അവിടുന്ന് ടോക്കൺ കൊടുക്കും. ആദ്യത്തെ 100 ടോക്കൺ കൈപ്പറ്റുന്നവർക്ക് എത്ര കൊടുക്കും? 2000. എന്തായിരിക്കും അവസ്ഥ? എത്രയായിരിക്കും തിരക്ക്? ഒരു 2000 ഉറുപ്പിക്ക് വേണ്ടിയിട്ട് ഈ തിരക്ക് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ റമദാനിന് ആദ്യ ചാർജ് ഉണ്ടായി. അങ്ങനെയൊക്കെ ചില കടകളുടെ ഓപ്പണിങ്ങിന് 3 മണിക്കൂർ അവിടെ പോയി ക്യൂ നിൽക്കുന്നത്, അത്താഴത്തിന് മുമ്പേ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കണേ, ഈ ക്ലാസ്സിൽ വന്നാൽ കിട്ടുന്ന പരലോകത്വം വളരെ ഉണ്ട്. ഇനി നോക്കണേ, ഇവിടെ മരിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ ഖുർആൻ നന്നായി പഠിച്ച് അത് പ്രവർത്തിച്ച് അതിന്റെ ഒരു പ്രചാരകരും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഇത് കേൾക്കുന്നത് എന്തിനാണ്? ഇപ്പൊ ഈ ക്ലാസ് എടുക്കുന്നത് അടുത്ത ആഴ്ച മുതൽ നമ്മുടെ ക്ലാസ്സിൽ അള്ളാഹുവിന്റെ ദീനാണ് പഠിപ്പിച്ച. സൂറത്തുൽ അൽ-ഹഖ്ഖയുടെ 17-ാമത്തെ ആയത്താണ്. അതിലെ ആശയങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ കേൾപ്പിച്ച് എന്തിനും മറ്റുള്ളവരെ ഇതിലേക്ക് ക്ഷണിക്കുന്ന, ഇസ്ലാമിലേക്ക് അള്ളാഹുവിന്റെ കലാമ് കേൾക്കാൻ വേണ്ടി ക്ഷണിക്കുന്ന ക്ഷണിതാക്കളാണ്, ദാഇയാണ്. അതിനുവേണ്ടി കൂടി ഇപ്പൊ നമ്മൾ മരിക്കുന്ന സമയത്ത് നമുക്ക് ഗുണം കിട്ടും. നമ്മൾ മരിച്ച് ഖബറിലെത്തി എന്ന് വിചാരിക്കുക. നമുക്ക് പരിചയമില്ലാത്ത രോഗമല്ലേ? നിങ്ങൾ സ്വീകരിക്കാൻ ഒരു കുഞ്ഞുവാവുണ്ട് അവിടെ ഉണ്ടോ? ഇല്ല. നമുക്ക് പരിചയമില്ലാത്തൊരു ലോകത്ത് തനിച്ച്, വാപ്പല്ല, അമ്മല്ല, ആരുമില്ല, നാട്ടുകാരില്ല, വീട്ടുകാരില്ല, ആരുമില്ല. അവിടെ രക്ഷ വേണ്ടേ? അവിടെ രക്ഷ ഈ ഖുർആനാണ്. ഈ ഖുർആൻ പഠിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചവർക്ക് ഖുർആൻ എന്ത് ചെയ്യും? ഈ ഖുർആനും സൽപ്രവർത്തിയിലും ഖബറിൽ ആ ഖുർആൻ പഠിച്ച് പ്രവർത്തിച്ച ആളുകൾക്ക് എന്ത് ചെയ്യും? ശിക്ഷ ബാധിക്കാതെ സംരക്ഷണം ഒരുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യനതാ അവനവന്റെ ഖബറിലെത്തി. ഖബറിലെത്തി കഴിഞ്ഞാല് ഖബറിന്റെ അവന്റെ തലഭാഗത്ത് കൂടെ ശിക്ഷ വരും. അപ്പൊ അവിടെ ആര് നിൽക്കുന്നുണ്ടാവും? നമ്മുടെ ആ ഖുർആൻ പഠിച്ച് പ്രവർത്തിച്ച ഒരാളാണെങ്കിൽ അവന്റെ തലഭാഗത്ത് എന്ത് ചെയ്യണം? ഖുർആൻ പാരായണം നിൽക്കുന്നുണ്ടാവും. തടുക്കും. ശിക്ഷയെ തലഭാഗത്ത് കൂടെ ശിക്ഷ വരുമെന്നും അതിനെ തടുക്കും. പറ്റൂല, ഇത് ഖുർആൻ പഠിച്ച മനുഷ്യനാണ്, ശിക്ഷ പറ്റൂല, പോയിക്കോ, തിരിച്ചു കൊടുക്കും. അപ്പൊ ആ ശിക്ഷ ഏതിന് വരും? അവന്റെ ഏത് ഭാഗത്ത് കൂടെ? 2 കൈയില്ലേ, വലതുഭാഗം ഇടതുഭാഗം അല്ലെ, 2 കൈയിന്റെ വശത്തിലൂടെ ശിക്ഷ വരുമ്പോ 2 വശത്ത് ആര് നിൽക്കുന്നുണ്ടാവും? നിങ്ങൾ കൊടുത്ത സ്വതക്ക നിൽക്കുന്നുണ്ടാവും. ആ സ്വതക്ക പറയും പറ്റൂല, ഈ മനുഷ്യൻ സ്വതക്ക കൊടുത്ത മനുഷ്യനാണ്, ശിക്ഷിക്കാൻ പാടില്ല. എന്ത് ചെയ്യും? അതിനെ തടുത്ത് പ്രൊട്ടക്ട് ചെയ്യും. അപ്പൊ ശിക്ഷ ഏതിന് വരും?
നമ്മുടെ അവന്റെ കാൽഭാഗത്ത് കൂടെ ശിക്ഷ വരുമ്പോ നമ്മുടെ പള്ളിയിലേക്ക് നമസ്കരിക്കാനും ഖുർആൻ ക്ലാസ് കേൾക്കാനും പള്ളിയിലേക്കുള്ള അവന്റെ നടത്തല്ലേ. ഇപ്പൊ നിങ്ങളിവിടെ പള്ളിക്ക് നടന്നു വന്നില്ല, ഇതൊക്കെ പള്ളിയിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി വന്നാണ്. ജമാഅത്ത് ആയിക്കോട്ടെ, ജുമാ ആയിക്കോട്ടെ, ക്ലാസ് ആയിക്കോട്ടെ, പള്ളിയിലേക്കുള്ള അവന്റെ നടത്തം എവിടെ നിൽക്കും? കാൽഭാഗത്ത് നിൽക്കും. എന്നിട്ട് തടുക്കും, പറ്റൂല ശിക്ഷ. ഇപ്പൊ ഖബറിന്റെ എല്ലാ ഭാഗത്തും എന്തായി? പ്രൊട്ടക്ഷൻ. എന്റെ കൂട്ടരെ നമ്മള് എന്തിനപ്പോ വീട് കെട്ടുന്നത്? ചുമരൊക്കെ കെട്ടി അല്ലെ, വാർത്ത് എന്തിനാ അതൊക്കെ ചെയ്യണം? പ്രൊട്ടക്ഷൻ അല്ലേ. ദുനിയാവിൽ 60 കൊല്ലം മാക്സിമം 70 കൊല്ലം ജീവിക്കാൻ ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ ഒരുക്കുന്നുണ്ടെങ്കിൽ പങ്ങളുടെ വീട്ടില് കള്ളം വരും. അല്ലെങ്കിൽ നിങ്ങൾ അറിയാണ്ട് ആരൊക്കെ എന്തൊക്കെ വീട്ടിൽ നിന്ന് പല ഭാഗത്തും മോഷണം കൊണ്ടുപോകും. നിങ്ങൾ എന്ത് ചെയ്യും? ക്യാമറ എന്നിട്ട് എന്ത് ചെയ്യും? അപ്പടി. അപ്പൊ ദുനിയാവിൽ നമുക്ക് പല കാര്യങ്ങളും ഗുണം കിട്ടാൻ സംരക്ഷണത്തിന് വലിയൊരു നമ്മൾ അധ്വാനം നടത്തുന്നു. നമ്മുടെ മരണം മുതൽ അവസാനിക്കാത്ത ലോകം, അവിടെ സംരക്ഷണം വേണ്ടേ? അവിടെ സംരക്ഷണം ഇപ്പൊ പണിയെടുക്കണം. ആ പണിയത് ഈ ഖുർആൻ പഠനം. ഖുർആൻ പഠിച്ചാൽ മാത്രം പോലെ അതനുസരിച്ച് പ്രവർത്തിക്കുക. ഇനി കബർ വിട്ട് നമ്മുടെ അള്ളാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക. അൽ ഖുറൂജ് മിനൽ ഖബർ, കബറിൽ നിന്ന് പുറത്തേക്ക് വന്ന ആദ്യ നിമിഷം കബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നമുക്ക് മഹ്ശറിലേക്ക് നടക്കുക. വല്ലാത്ത പ്രയാസമുള്ള വിചാരണ നടക്കാൻ പോകും. ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും. അവിടെയും നമുക്ക് സഹായം കിട്ടുക ഈ ഖുർആൻ പഠനവും ആ പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സലിക്ക് നമ്മൾ പ്രവർത്തിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 ഹദീസ് എനിക്ക് പറഞ്ഞാണ്. ഈ ഹദീസ് ശരിക്കും കൽബ് കൊണ്ട് കേട്ട് മറ്റുള്ളവർക്ക് പ്രചരിപ്പിക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. നബി പറയട്ടെ, വഇന്നൽ ഖുർആന, നിശ്ചയമായി ഖുർആൻ നമ്മുടെ അവന്റെ കൂട്ടാളിയെ ആ ഖുർആൻ കണ്ടുമുട്ടും. എപ്പോഴാണ് കണ്ടുമുട്ടുക? യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. അപ്പോൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സ്വാഹിബഹു എന്ന് പറഞ്ഞേ അല്ലേ? ഈ ഹു ഏതാ? ഹു നേരത്തെ പറഞ്ഞ ഖുർആൻ, സ്വാഹിബുൽ ഖുർആൻ, ഖുർആനിന്റെ കൂട്ടാളി. അപ്പൊ ദുനിയാവ് നമ്മൾ ആരാണ്? ഖുർആനിന്റെ ഒരു കൂട്ടാളിയാണ്. അപ്പൊ നമ്മൾ ഈ ഇഷ മഗ്രിബ് ഇശന്റെ അടിയിൽ നമ്മൾ ഇതിന്റെ കൂടെ കൂടി നിൽക്കുന്നത് നമ്മുടെ കൂട്ടാളി. എപ്പോ കൂടെ നിൽക്കുന്ന കൂട്ടാളികളെല്ലാം പറയാം നമ്മുടെ കൂട്ട്. ഇപ്പൊ ഈ ഒരു മണിക്കൂറോളം 1.25 മണിക്കൂറോളം നമ്മൾ ആരുടെ കൂടെ കൂട്ടുകൂടിയിരിക്കുന്നത്? ഖുർആൻ, അല്ലാഹുവിന്റെ കലാമും അല്ലാഹുവിന്റെ ദീനും. അത് തുടരണം. ഖുർആൻ പാരായണം ചെയ്യണം, പഠിക്കണം, അർത്ഥം മനസ്സിലാക്കണം, മനപ്പാടാക്കണം, അത് പ്രചരിപ്പിക്കണം, അതിനെപ്പറ്റി ചിന്തിക്കണം. ഇങ്ങനെ ഖുർആന്റെ കൂട്ടാളിയെ ഖുർആൻ കണ്ടുമുട്ടുക. എപ്പോഴാണ് കണ്ടുമുട്ടുക? അവന്റെ ഖബർ പിളർന്ന് അവൻ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ. ഖബറിൽ നിന്ന് പുനരുജ്ജീവിപ്പിക്കില്ലേ? പുനരുജ്ജീവിച്ച ഉടനെ ഒരാൾ നിൽക്കും. ഖുർആനിൽ നമ്മൾ പഠിച്ച് പ്രവർത്തിച്ച ഖുർആനെ ഒരു മനുഷ്യരൂപം നൽകി. ഇതുപോലെ എന്താണ് റജുലറിയില്ല? റജുൽ മനുഷ്യൻ. മനുഷ്യന്റെ രൂപത്തിലേക്ക് മാറ്റി. നിങ്ങൾ പഠിച്ച ഖുർആനും അതനുസരിച്ച് പ്രവർത്തിച്ച സൽക്കർമ്മങ്ങളൊക്കെ അല്ലാഹുവിന്റെ ഒരു മനുഷ്യരൂപം നൽകും. ആ രൂപം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാവും. ഏതുപോലെ എനിക്ക് ആ മനുഷ്യരൂപം? അഷാഹിബ്. എന്താ ഷാഹിബ്? ഷാഹിബ് വിശപ്പ് കൊണ്ടോ അല്ലെങ്കിൽ രോഗം കൊണ്ടോ ക്ഷീണിച്ച് നിറവും ശരീര രൂപമൊക്കെ തളർന്ന് മാറിയ ഒരു രൂപത്തിൽ. നമുക്ക് വിശപ്പ് വരുമ്പോ നമ്മൾ എന്ത് ചെയ്യും? തളരും, രൂപവും കോലമൊക്കെ മാറി, കണ്ണൊക്കെ കൊണ്ടുപോത്തും അല്ലെ, വല്ലാതെ ക്ഷീണം ഉണ്ടാവും. രോഗം കൊണ്ട് മാറിയ രോഗം പിടിപെട്ട് ഇങ്ങനെ ശുഷ്കിച്ച് തളർന്നു. ആ രൂപത്തിൽ ഖുർആന്റെ കൂട്ടാളിയെ ഖുർആൻ കണ്ടുമുട്ടും. അപ്പൊ എന്തിനാ ഇങ്ങനൊരു രൂപം? ഈ മനുഷ്യൻ ദുനിയാവിൽ ഖുർആൻ പഠിക്കാനും അത് പഠിച്ചിട്ട് അതോതി നമസ്കരിക്കാനും അത് അനുസരിച്ച് പ്രവർത്തിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ? അതിനുവേണ്ടി ഒരുപാട് വിശപ്പും ദാഹവും സഹിച്ചില്ലേ? ഒരുപാട് അധ്വാനിച്ചില്ലേ? ആ അധ്വാനത്തെ ശരിക്കും ചിത്രീകരിക്കാൻ പഠിച്ചു. ഈ മനുഷ്യൻ ഖുർആൻ പഠിക്കാനും പ്രവർത്തിക്കാനും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതിന്റെ ഒരു നേർരേഖയാണ്, തെളിവാണ്. അപ്പൊ ഈ രൂപം ചോദിക്കും, നിനക്ക് എന്നെ അറിയോ? ഹൽ തഅരിഫുനി, നിനക്ക് എന്നെ മനസ്സിലായോ ചോദിക്കും. അപ്പൊ ഇയാൾ പറയും,
എനിക്ക് നിന്നെ അറിയൂല. അപ്പൊ ആ ഖുർആൻ പറഞ്ഞു കൊടുക്കുക, ഖുർആൻ രൂപം പറഞ്ഞു കൊടുക്കും. അന സ്വാഹിബുക്കൽ ഖുർആൻ, ഞാൻ നിന്റെ കൂട്ടാളി ഖുർആൻ, ഞാനാണ് നിന്നെ എന്ത് ചെയ്തത്, പകലിൽ ദാഹിച്ച് നോമ്പെടുക്കാൻ പ്രേരിപ്പിച്ചത്, ഞാനാണ് നിന്നെ രാത്രി ഉറക്കം കളഞ്ഞ് അല്ലാഹുവിന്റെ മുമ്പിൽ ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ പ്രേരിപ്പിച്ച ഖുർആനാ ഞാനെന്ന്. ആ ഖുർആൻ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, അല്ലാഹുവിനോട് ശഫാഅത്ത് സംസാരിക്കാൻ വേണ്ടി നമ്മുടെ കയ്യും പിടിച്ച് നമ്മുടെ കൂടെ എവിടേക്ക് വരും, മഹ്ശറിലേക്ക് കടത്തും. മഹ്ശർക്ക് പോകുമ്പോൾ ഒരു പേടി ഉണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ ഈ ഖുർആൻ എന്ന കൂട്ടാളി ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കും. ആ ഖുർആൻ എന്ന കൂട്ടാളി പറയും, എല്ലാ കച്ചവടക്കാർക്കും ആ കച്ചവടത്തിന്റെ അവസാനത്തിൽ വൻ ലാഭം ഉണ്ടാവും അല്ലെ? എന്താ പറയണത്? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ പെരുന്നാൾ സീസണിൽ നല്ല ലാഭം കൊയ്ത കച്ചവടക്കാരാണ് ടെക്സ്റ്റൈൽസ്. അപ്പൊ ഈ ടെക്സ്റ്റൈൽസ് ഉടമകളൊക്കെ റമദാൻ വരുമ്പോ അതിന് മുമ്പ് അതിന്റെ മുതലാളിമാർക്ക് അവരുടെ മാനേജർമാരുടെ മീറ്റിംഗ് ഒക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും, ടാർജറ്റ് കൊടുക്കും. നമുക്ക് ഈ സീസണിൽ എത്ര 10 CR 10 കോടി അല്ലെങ്കിൽ 20 കോടി ഒരു ടാർജറ്റ് ഉണ്ടാവും. അപ്പൊ ശരിക്കും ആ സീസൺ കഴിയാനാകുമ്പോൾ മുതലാളിയുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, ഈ ലാഭം മുഴുക്കെ വരാൻ പോകണേ, സന്തോഷം ഉണ്ടാവും. അപ്പൊ ഈ മനുഷ്യനെ ആശ്വസിപ്പിക്കാനും മഹ്ശറിലേക്ക് പോകുമ്പോ എല്ലാ കച്ചവടക്കാർക്കും കച്ചവടത്തിന്റെ അവസാനത്തിൽ നല്ല ലാഭം കിട്ടിയ സന്തോഷം ഉണ്ടാവും. മനുഷ്യ നീ ആരാ, ഇന്ന് നീ മഹ്ശറിലേക്ക് പോണ ഖിയാമത്തല്ലേ, ഇന്ന് നീ ആരാറിയോ, എല്ലാ കച്ചവടത്തിന്റെ അവസാനത്തിൽ അപ്പൊ നീ നിൽക്കുന്നത്, ഒരുപാട് കഷ്ടപ്പെട്ടു, ഒരുപാട് പണിയെടുത്തില്ലേ, അതിന്റെ ലാഭം മുഴുക്കെ അതിന്റെ നന്മയും അതിന്റെ കൂലിയൊക്കെ പടച്ചു തരാൻ വേണ്ടിയിട്ടാണ് നിന്നെ എവിടൊക്കെ വിളിച്ചത്, മഹ്ശർക്ക് വിളിച്ചത്. പേടിക്കണ്ടോ, അള്ള ലാഭം കൊടുക്കും. മഹ്ശറിലെത്തി അള്ളാന്റെ മുമ്പിൽ നിൽക്കണ ഈ മനുഷ്യൻ, അള്ളാഹു അടുത്ത് വിളിച്ച് കൊടുക്കുന്ന ഗുണം, ഖുർആൻ പഠിച്ചവർക്ക് അത് പ്രവർത്തിച്ചവർക്ക് കൊടുക്കുന്ന ഗുണം. അള്ള വിളിക്കും, അവന്റെ വലത് കൈയിൽ അധികാരം വെച്ചു കൊടുക്കും. എന്താ കൊടുക്കുക, എന്താ കൊടുക്കുക, മുൽക്ക്. എന്താ മുൽക്ക്? അധികാരം. എന്തിന്റെ അധികാരം? സ്വർഗം. സ്വർഗത്തിന്റെ സുഖാനുഗ്രഹങ്ങളുടെ അധികാരം വലത് കൈ വെച്ചു. അത് അവന്റെ ഉടമസ്ഥൻ. മുൽക്കൊന്ന ഉടമസ്ഥൻ, ഉടമപ്പെടുത്തുക, ഉടമ വിളിക്കല്ലേ. അപ്പൊ ആ സ്വർഗത്തിന്റെ രാജാധികാരം അവന് അള്ളാഹു സ്വർഗത്തിൽ കൊടുത്ത ആ സ്ഥലവും അതിന്റെ പൂർണ്ണ ഉടമസ്ഥതയും അവന്റെ വലത് കൈ വെച്ചു. ഉറപ്പായി. ഇടത് കൈയിലോ ഈ കിട്ടിയത് നശിക്കൂലാട്ടോ, ഏത് സ്ഥിരത ഇടത് കൈ വെച്ചോളൂ. ഇപ്പൊ എന്റെ നിങ്ങളുടെ കയ്യിൽ ദുനിയാവിൽ എന്തൊക്കെ ഉണ്ട്, നമ്മുടെ ദുനിയാവിൽ കയ്യിൽ എന്തൊക്കെ ഉണ്ട്, 10-20 സെന്റ് സ്ഥലം, അതിന്റെ ആധാരം കയ്യിലില്ലേ? ഓക്കെ, അതിന് ഒരു 1500 ഒരു 2000 സ്ക്വയർ ഫീറ്റ് വീട്, അല്ലെങ്കിൽ 800 സ്ക്വയർ ഫീറ്റ് വീട് അല്ലേ? ഒരു കച്ചവടം, ഒരു തൊഴിൽ, ഇങ്ങനെ കുറച്ച് സ്വത്തൊക്കെല്ലേ ഇല്ലേ? എന്നാൽ ഇടതയിൽ ഇതിന് സ്ഥിരത ഉണ്ടോ? എപ്പോ വേണമെങ്കിലും മരിച്ചാൽ നഷ്ടപ്പെടാം, ഇന്ന് ഭൂമി വിളിക്കുമെന്ന് നഷ്ടപ്പെടാം. വേണ്ട, ഊർജ പ്രതിസന്ധി ഇനിയും രൂക്ഷമായാൽ തിന്നാൻ കിട്ടാണ്ട് പഞ്ഞകാലം അല്ലേ നമ്മൾ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ അള്ളാഹു കൊടുക്കണം, ഖുർആൻ പഠിച്ച ആളുകൾക്ക് കൊടുക്കണം. വലത് കൈയിൽ സ്വർഗത്തിന്റെ അധികാരവും ഇടത് കൈയിൽ ഇത് നശിക്കൂലാട്ടോ, സ്ഥിരത കൊടുക്കും. 3 അവന്റെ തലയിൽ ബഹുമാനത്തിന്റെ ആദരവിന്റെ കിരീടം വെച്ചു. ആദരിച്ചു പടച്ചോ. കഴിഞ്ഞതില്ല, ഈ ഖുർആൻ പഠിച്ച് പ്രവർത്തിച്ച ആൾക്ക് ഇതൊക്കെ കിട്ടിയില്ലേ? അവന്റെ കയ്യിൽ ഇപ്പൊ എന്ത് കിട്ടി? സ്വർഗത്തിന്റെ അധികാരം കൊടുത്തു. അത് ഉറപ്പായി നശിക്കില്ലെന്ന് ഉറപ്പ് പഠിച്ചോ കൊടുത്തു. തലയിൽ ആദരവിന്റെ കിരീടം വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഖുർആൻ പഠിച്ച് പ്രവർത്തിക്കുക ഇയാൾക്ക് മാത്രമല്ല, അയാളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾക്ക് അത് കൊടുക്കും. ഇയാളുടെ മാതാപിതാക്കൾക്ക് 2 സ്വർഗവസ്ത്രം കൊടുക്കും. ആ സ്വർഗവസ്ത്രത്തിന്റെ വില എത്രയാണ്? ദുനിയാവാസികൾ ആർക്കുണ്ട്? ആദം നബി മുതൽ പറയും ലോകവസാനം വരെ മുഴുവൻ മനുഷ്യരുടെ കയ്യിൽ എത്ര സ്വത്തുണ്ട്, ഇവരൊക്കെ അനുഭവിച്ച റിസ്ക് എത്ര വില വരും. പിന്നെ അഹ്ലു ദുനിയ, ദുനിയാവാസികൾ എന്ന് പറയുമ്പോൾ ദുനിയാവിലെ ആൾക്കാർ മനുഷ്യന്മാര് മാത്രമാണോ? ആണോ?
സസ്യങ്ങളും ജീവജാലങ്ങളും ജന്തുക്കളും ഈ പറഞ്ഞ എല്ലാത്തിന്റെയും സ്വത്ത് എത്രയാണ്? ഇതിനൊക്കെ വില നിശ്ചയിക്കും. ഇതിന് മൊത്തം വില നിശ്ചയിച്ച് എത്ര വരും? ഇവരുടെയൊക്കെ റിസ്ക്കിനും ആഹാരത്തിനും പാർപ്പിടത്തിനും താമസിക്കാനൊക്കെ ഈ ഭൂമിയിൽ വെച്ച മൊത്തം സ്വത്ത് എത്രയാണോ ആ സ്വത്ത് ഈ 2 വസ്ത്രത്തിന് തുല്യമാകില്ല, ഒരിക്കലും ഒക്കൂല. അതിനേക്കാളും വിലയുള്ളതാണ് ഈ 2 വസ്ത്രം. ഈ നല്ല വസ്ത്രങ്ങൾ കൊടുക്കും. മാതാപിതാക്കൾ ചോദിക്കും, അല്ലാഹുവേ ബിമ കുസീന, ഇത് എന്തിനാ ഞങ്ങളെ ധരിപ്പിച്ചത്? ഞങ്ങൾ ചെയ്ത പുണ്യത്തിന്റെ സ്വർഗത്തിന്റെ സുഖമൊക്കെ ഞങ്ങൾക്ക് തന്നാൽ ഇത് എക്സ്ട്രാ, ഞങ്ങൾ ചെയ്യാത്തതിനാണ്. വേറെ ആരോ കൂടുതൽ പുണ്യാണല്ലോ, ഇത് ഞങ്ങൾ ചെയ്തതല്ല. അപ്പൊ അത് പറയാതെ നീ ചെയ്തതല്ല. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ 2 പേരുടെയും കുട്ടികള് ഖുർആൻ സ്വീകരിച്ചു. ഖുർആൻ അവിടെ പ്രയോഗിക്കുന്ന സ്വീകരിച്ചു. ഖുർആൻ പഠിച്ചത് ജീവിതത്തിലേക്ക്, പ്രവൃത്തിയിലേക്ക് അങ്ങനെ സ്വീകരിച്ചു. അതുകൊണ്ട് ആർക്കും കിട്ടി ഗുണം? മാതാപിതാക്കൾക്കും കിട്ടി. എന്നിട്ട് അള്ളാഹു എവിടേക്ക് വിടുകയാണ്? സ്വർഗത്തേക്ക് വിടുകയാണ്. അള്ളാഹു ആ മനുഷ്യരോട് പഠിക്കുക, നീ ഖുർആൻ ഓതിയിട്ട് സ്വർഗത്തിന് മുകളിലോട്ട് പോയിക്കോ. സ്വർഗത്തിന്റെ എവിടേക്ക്? സ്വർഗത്തിന്റെ പദവികളുടെ മുകളിലേക്കും മണിമേടകളിലേക്കും പോയിക്കോ. ആ മനുഷ്യൻ കയറിക്കൊണ്ട് എന്താ സുഊദിൻ, അവൻ മുകളിലോട്ട് ഇങ്ങനെ പൊന്തിപ്പോ. എത്ര സമയം പൊന്തും? അവൻ ഖുർആൻ ഓതുന്ന സമയം അത്രയും മുകളിലോട്ട് പൊന്തിപ്പോ. അവൻ സ്പീഡിൽ ഓതിയാലും സാവകാശം ഓതിയാലും അവൻ ഓതുന്ന സമയത്ത് എവിടേക്ക് പൊന്തിപ്പോവും? സ്വർഗത്തിന് മുകളിലേക്ക്. ക്ലിയർ? ഇവിടെ ഈ വാക്ക് ശ്രദ്ധിച്ചോ? അവൻ ഓതുന്ന സമയം അത്രയും പൊന്തും. അവർക്ക് പൊന്തിക്ക് എവിടെ എത്തണം? സ്വർഗത്തിന്റെ ഓരത്ത് സൈഡില് താഴെ പദവി കൊണ്ടേ നിർത്തി. ഫിർദൗസാണ് ഏറ്റവും ടോപ്പ്, അവിടെക്കാണ് പൊന്തണ്ടത്. മാതാമയത്ര ഓതുന്ന സമയത്ത് പൊന്തും. അപ്പൊ എത്ര പൊന്തും? പൊന്താൻ മാത്രം എത്ര ഉണ്ട്? പകുതിച്ചു വെച്ച് എണ്ണ നിൽക്കോ? നിൽക്കരുത്. ആ ഇന്ധനം ഇവിടെ നിന്ന് നിറയ്ക്കും. ആ ഇന്ധനമാണ് ഏത്? ഖുർആൻ പഠനം. അത് ഇവിടെ നിന്ന് നടക്കുക. ഫിർദൗസ് വരെ നിൽക്കാതെ പൊന്തിപ്പോ. അതിനിത് പഠിക്കണം. ഇതൊക്കെ വിചാരണ സമയത്ത് മറ്റൊരു വിഭവചനം. വിചാരണ സമയത്ത് ഖുർആൻ ഒപ്പുണ്ടാവും. ഖുർആൻ കൊണ്ടുവരപ്പെടും. ഇത് നിങ്ങൾ വിചാരണക്ക് നിൽക്കൂലേ? അപ്പൊ നിങ്ങൾ പഠിച്ച് പ്രവർത്തിച്ച ഖുർആന് നിങ്ങളുടെ അടുത്ത് നിർത്തും. പടച്ചോൻ നേരിട്ട് ചോദിക്കണം. നോക്കണേ, ഈ മഹ്ശറിൽ ആരെങ്കിലും പടച്ചോനോട് സംസാരിക്കാൻ ധൈര്യപ്പെട്ട ഒരു നബിന്റെ പേര് പറയും. മുഹമ്മദ് നബി ആ ഒരു തവണയാണ് സംസാരിക്കുന്നത്. എല്ലാവരും പേടിച്ച മുഹമ്മദ് നബി ഒഴികെ ബാക്കിയെല്ലാം പേടിച്ചിക്കല്ലേ? അള്ളാന്റെ അടുത്തേക്ക് പോണില്ല. മലക്കുകളടക്കം പേടിച്ചിക്കാണ്. പിന്നെ മുഹമ്മദ് നബി എന്തുകൊണ്ടാ പോയത്? ഷഫാഅത്തുൽ കുബ്ര, വലിയ ഷഫാഅത്തിന് വേണ്ടിയിട്ട്. അള്ളാഹു അതിന്റെ അധികാരം നൽകുകയുണ്ടാവും. എല്ലാവരും മഹ്ശറിൽ ആരാണ്? നഫ്സി നഫ്സി. നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. പക്ഷെ ഒരു കൂട്ടുകാരൻ വരും. ആരാണ്? ഖുർആൻ. ഖിയാമത്ത് നാളിൽ ഖുർആൻ കൊണ്ടുവരപ്പെടും. നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങളുടെ മുമ്പിൽ അല്ലാഹ്. ട്രാൻസ്ലേറ്റർ ഇല്ല, പരിഭാഷ ആരുമില്ല. ആരും നേർക്കുന്ന ഡയറക്റ്റ് പടച്ചോൻ ചോദിക്കുന്നത് മറുപടി കൊടുക്കുക. ഉറപ്പാണ് കൊഴിഞ്ഞു പോകും. അപ്പോഴാണ് ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അടുത്തേക്കണ്ടല്ലോ അല്ലെ? ആ ഖുർആൻ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ആ ഖുർആൻ സംസാരിക്കുന്നത് അല്ലാഹുവേ, ഇവന് ആദരവിന്റെ വസ്ത്രം കൊടുക്കണം. ഖുർആൻ നിങ്ങളെ ചൂണ്ടിയിട്ട് പറയും. അപ്പൊ അല്ലാഹു ഖുർആന്റെ ഈ അഭിപ്രായം, ഈ പറച്ചൽ സ്വീകരിച്ചിട്ട് അയാൾക്ക് ഇത് കൊടുക്കും. ആദരവിന്റെ കിരീടം ധരിപ്പിക്കും. കിട്ടിയോ? ഖുർആൻ നിർത്തൂല. ഇയാൾക്ക് ഖുർആൻ എന്ത് മേടിച്ചു കൊടുത്തു? ആദരവിന്റെ കിരീടം മേടിച്ചു കൊടുത്തു. ക്ലിയർ? ഖുർആൻ വീണ്ടും സംസാരിക്കും. നിർത്തൂല. നമുക്ക് എന്തൊക്കെ അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് കിട്ടണോ അതൊക്കെ ചോദിച്ച് മേടിച്ചു തരുന്നതാണ് ആര്? ഖുർആൻ. ആ ഖുർആൻ എവിടുന്ന് കൂട്ടണോ അത് ഒഴിവാക്കണോ? നിങ്ങളും ഞാനും ക്ലാസ്സിന് പങ്കെടുത്തിട്ടാണ് തീരുമാനിക്കേണ്ടത്.
ഖുർആൻ വീണ്ടും പറയും യാ റബ്ബ് സിദ്ഹു, പടച്ചോനെ പോരാ, ഇത് പോരാ, ഇനിയും അവന് ഗുണം കൂട്ടി കൊടുക്കണം. അപ്പൊ അല്ലാഹു ഖുർആൻ ഈ വാക്ക് സ്വീകരിക്കും. എന്നിട്ടോ ഫയൽബസു ഹല്ലത്തൽ കറാമ, ആദരവിന്റെ സ്വർഗ്ഗവസ്ത്രം ധരിപ്പിക്കും. സ്വർഗ്ഗവസ്ത്രം ഇട്ടു. സ്വർഗ്ഗവസ്ത്രം കിട്ടിയ സ്വർഗ്ഗവാസിയായി. ആർക്കാണ് അല്ലാഹു സ്വർഗ്ഗവസ്ത്രം കൊടുക്കുക? സ്വർഗ്ഗക്കാരന്. ഇപ്പൊ ഖുർആൻ എന്ത് മേടിച്ചു കൊടുത്തു? സ്വർഗ്ഗ വസ്ത്രം മേടിച്ചു കൊടുത്തു. ഇന്നാരെങ്കിലും ഖുർആൻ നിർത്തുവോ? നിർത്തുവോ? അല്ല. അള്ളാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം ഏതാ? സ്വർഗമാണ്. സ്വർഗത്തിന്റെ മുകളിലുള്ള അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് അള്ളാന്റെ തൃപ്തി നമുക്ക് കിട്ടുക. അള്ളാന്റെ റിള അത് കിട്ടിയവരാ. അവരുടെ കിട്ടിയവരുടെ പേര് പറയുമ്പോഴൊക്കെ നമ്മൾ ഒരു വാക്ക് റളിയല്ലാഹു അൻഹു. ഖുർആൻ വീണ്ടും സംസാരിക്കുക ഏറ്റവും വലിയ അള്ളാഹിന്റെ നിഅമത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് വേണ്ടി സംസാരിക്കും. യാ റബ്ബ് അല്ലാഹുവേ, നീ ആദരവിന് കിരീടം ധരിപ്പിച്ചു, സ്വർഗ്ഗവസ്ത്രം ഇട്ടോടുത്ത് പോരാ, എന്റെ കൂട്ടാളിക്ക് അങ്ങയുടെ തൃപ്തി കൊടുക്കണം, നീ തൃപ്തിപ്പെടണം. ഖുർആൻ ഈ വാക്ക് കേട്ട് അല്ലാഹു ഈ മനുഷ്യനെ തൃപ്തിപ്പെടും. എന്നിട്ട് പറയും പോയിക്കോ, നീ ഖുർആൻ ഓതിയിട്ട് അവിടേക്ക് പോയിക്കോ, സ്വർഗത്തിന്റെ നേരത്തെ പറഞ്ഞില്ല അതുപോലെ മുകളിലോട്ട് പോയിക്കോ. അപ്പൊ ഈ ഖുർആൻ ശരിക്കും നോക്കണേ. മരിക്കുന്ന സമയത്ത് എവിടുന്ന് തുടങ്ങി നമ്മുടെ ക്ലാസ്സിൽ മരിക്കുന്ന സമയത്ത് പാപമോചനം കിട്ടാൻ വേണ്ടി സഹായിക്കും. ഖബറിലെത്തിയപ്പോഴോ പ്രൊട്ടക്ഷൻ ഒരുക്കി, തലഭാഗത്ത് നിന്നിട്ട് ശിക്ഷയെ തടുത്തു. പിന്നെ ഉയർത്തെഴുന്നേറ്റപ്പോ മുമ്പിൽ ആരുണ്ട്? ഖുർആൻ രോഗം കൊണ്ടും പ്രവർത്തിച്ച് തളർന്ന രൂപത്തിലേക്ക് നമ്മുടെ മുമ്പിൽ നിർത്തി കൈ പിടിച്ച് നമ്മളെ കൊണ്ട് എവിടെ എത്തിച്ചു? മഹേശ്വറിലെത്തിച്ച് പോകുമ്പോഴൊക്കെ ആശ്വസിപ്പിച്ച് പേടിക്കണ്ട, എല്ലാ കച്ചവടക്കാർക്കും കച്ചവടത്തിന്റെ അവസാനത്തിൽ ലാഭം കിട്ടുന്ന പോലെ നിന്റെ കച്ചവടമൊക്കെ തീർന്ന് നിന്റെ അധ്വാനമൊക്കെ തീർന്നെങ്കിൽ ലാഭം തരാൻ വേണ്ടി പടച്ചോ വിളിച്ചതാണ്. എന്നിട്ട് പടച്ചോന്റെ മുമ്പിൽ നിർത്തിയിട്ടതാ ഇതൊക്കെ പറഞ്ഞ അള്ളാഹുവെ സ്വർഗ്ഗവസ്ത്രം കൊടുക്കണം, സ്വർഗ്ഗവസ്ത്രം കൊടുത്തു. അള്ളാഹുവെ ആദരിക്കണം, ആദരവിന് കിരീടം കൊടുത്തു. സ്വർഗം കൊടുക്കണം, വലത് കയ്യിൽ എന്ത് വെച്ചു കൊടുത്തു? സ്വർഗം വെച്ചു കൊടുത്തു. ഇടത് കയ്യിലോ ഇത് നഷ്ടപ്പെടുന്ന ഉറപ്പ് കൊടുത്തു. എന്നിട്ട് അവസാനം ഏത് മേടിച്ചു കൊടുത്തു? അള്ളാന്റെ തൃപ്തി മേടിച്ചു കൊടുത്തു. ഇത് സ്വർഗത്തിന് മുകളിലോട്ട് എങ്ങനെ പോവുക? അള്ളാന്റെ തൃപ്തിയൊക്കെ കൊടുത്ത് വിചാരണ കഴിഞ്ഞു, ചോദ്യം പറച്ചിലും കഴിഞ്ഞു. പിന്നെ അള്ളാഹ് പറഞ്ഞു നീ പോയിക്ക് സ്വർഗത്തിലേക്ക് നീ ഖുർആൻ ഓതിയിട്ട് മുകളിൽ പോയിക്കോന്നാ പറഞ്ഞത്. ക്ലിയർ? വിചാരണ കഴിഞ്ഞ ഖുർആൻ പിരിയോന്ന ചോദ്യം. അള്ളാന്റെ തൃപ്തി എന്ന് പറഞ്ഞില്ലേ? അള്ളാഹു ഈ മനുഷ്യൻ തൃപ്തിപ്പെടണം പറഞ്ഞില്ലേ? അള്ളാഹ് തൃപ്തിപ്പെട്ടോ? സ്വർഗം കൊടുത്തോ? ഓക്കെ. ഖുർആൻ പിരിഞ്ഞു പോകുമോ? പോകൂല. സ്വർഗത്തിന് മുകളിലോട്ട് എങ്ങനെ കയറിയെന്ന് പറഞ്ഞത് ഓർമ്മണ്ടോ? എങ്ങനെയാണ്? അവൻ ഖുർആൻ ഓതുന്ന സമയം അത്രയും സ്വർഗത്തിന്റെ ഉയരങ്ങളിലേക്ക് കയറിക്കൊണ്ടിരിക്കും. അപ്പോ നമ്മുടെ സ്വർഗത്തിന്റെ ഉയരങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നതാണ് ഖുർആൻ. സ്വർഗത്തിന്റെ ഉയരങ്ങളിൽ എത്തിച്ച് നമ്മൾ എത്തേണ്ടിടത്ത് സേഫായി എത്തിച്ച് അല്ലാതെ തൃപ്തിപ്പെട്ട ഒരു ഇടത്ത് എത്തിച്ചിട്ട് സമാധാനപ്പെടണം. ഇത്രയും നല്ല കൂട്ടുകാരനെ എവിടുന്ന് കൂട്ടണ്ട എന്റെ കൂട്ടരെ? അതിന്റെ ഒരു അവസരമില്ല ക്ലാസ് നമുക്ക് ലഭിക്കുന്നത്. ഈ രണ്ട് ഹദീസ് വെച്ച് നോക്കുമ്പോ ഇപ്പൊ എന്തൊക്കെ കിട്ടി? ഖുർആൻ പഠിച്ച് അത് കേട്ട് അതുപോലെ പ്രവർത്തിച്ച് അത് പ്രചരിപ്പിച്ചാൽ ഈ രണ്ട് ഹദീസ് പഠിക്കുമ്പോ നമ്മൾ എന്തൊക്കെ കൊടുത്തു? അവന്റെ വലത് കൈയിൽ സ്വർഗത്തിന്റെ അധികാരം കൊടുത്തു, ഇടത് കൈയിൽ അത് നഷ്ടപ്പെടുന്ന ഉറപ്പ് കൊടുത്തു, തലയിൽ ആദരവിന്റെ കിരീടം ധരിപ്പിച്ചു, സ്വർഗത്തിലെ മാന്യമായ വസ്ത്രം കൊടുത്തു. അതിനേക്കാൾ മുകളിൽ ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിന്റെ തൃപ്തി അവന് കിട്ടി. പിന്നെയോ വൽ ഖുർബി മിനർ റഹ്മാൻ, അള്ളാഹുവിനോടുള്ള സാമീപ്യം മേടിച്ചു കൊടുത്തു. ഇവിടെ നോക്കണേ, ആ ആയത്ത് പറഞ്ഞില്ല സൂറത്ത് തൗബ 22 വരിദ്വാനും മിനല്ലാഹി അക്ബർ ദാലിക ഹുവൽ ഫൗസുൽ അദീം. വരിദ്വാനും മിനല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ തൃപ്തിയാണ് ഏറ്റവും വലുത്. അതാണ് മഹത്തായ വിജയം. ആ മഹത്തായ വിജയത്തിന് സഹായിക്കുന്ന ഒരു ആരാധനയാണ് ഏത്? ആരാധനയാണ് ഖുർആൻ പഠിക്കുക, കേൾക്കുക. അതുകൊണ്ടല്ലേ എന്റെ കൂടെ നബിയുടെ സ്വഹാബത്ത് ഖുർആൻ അള്ളാഹുവിൽ നിന്ന് പറഞ്ഞു മേടിച്ചു കൊടുത്തത് കാര്യങ്ങളിൽ ഒന്നേതായിരുന്നു? അള്ളാഹിന്റെ ഏതായിരുന്നു?
സ്വർഗത്തിലെ സ്ഥിരതയൊക്കെ വാദമിന്താലേക്ക് സ്വർഗത്തെക്കാൾ വലിയ അനുഗ്രഹം അള്ളാന്റെ തൃപ്തിയാണ്. അതും മേടിച്ചു കൊടുത്തു അല്ലെ. അങ്ങനെ ആ തൃപ്തി ദുനിയാവിൽ വെച്ച് കിട്ടിയവരാണ് സ്വഹാബത്ത്. അതുകൊണ്ടാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്. ഇപ്പോ അബൂബക്കർ ഉമർ എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹുമാ, അവർ രണ്ടുപേരെ അള്ളാഹ് തൃപ്തിപ്പെട്ടു. സ്വഹാബത്ത് ഒരു പറ്റ സ്വഹാബ റളിയല്ലാഹു അൻഹും എന്നൊക്കെയാണ് പറയുന്നത്. അള്ളാഹു എന്തുകൊണ്ട് അവർ തൃപ്തിപ്പെട്ടത്? ദുനിയാവിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഖുർആൻ പഠിച്ച് പ്രവർത്തിക്കാൻ പരലോകത്ത് ആ ഖുർആൻ നമുക്ക് മേടിച്ചു, അള്ളാഹിന്റെ തൃപ്തി മേടിച്ചു. പക്ഷെ ദുനിയാവിൽ തന്നെ അവർക്ക് അത് കിട്ടി. എന്തുകൊണ്ട് കിട്ടി? അതാണ് അവർക്ക് അവരുടെ കാലഘട്ടത്താണ് ഖുർആൻ ഇറങ്ങിയത്. ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് അത് നേടാനും അത് സമ്പാദിക്കാനും അവർ കാണിച്ചൊരു അത്യധ്വാനം, അവർ കാണിച്ചൊരു ഊർജസ്വലമായ ഒരു പരിശ്രമം, അതിങ്ങനെ കേൾക്കാൻ വേണ്ടി മുഴുവൻ സമയം മാറ്റിവെച്ചവരുണ്ട്. ഏത് ഖുർആൻ ഇറങ്ങുമ്പോൾ അത് മുഴുക്ക അപ്പം തന്നെ പഠിക്കണം. അതിനു വേണ്ടി ജോലിയും തൊഴിലടക്കം മാറ്റിവെച്ചവരുണ്ട്. അവർക്കറിയാം പട്ടിണി കിടക്കേണ്ടി വരും, സാരമില്ല, എന്നാൽ ഈ ഖുർആൻ പഠിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ചില ആൾക്കാർ ഇവരെ പോറ്റാൻ വേണ്ടി ഖുർആൻ ഒരു സമയം പഠിക്കാൻ വേണ്ടി മാറ്റിവെച്ച ഒരു സംഘമുണ്ട്. അവരെ പോറ്റാൻ വേണ്ടി അധ്വാനിച്ചിട്ട് ഇവർക്ക് ആഹാരം മേടിച്ചു കൊടുക്കുന്ന ആൾക്കാർ വേറുണ്ട്. ഉമർ റളിയല്ലാഹു അക്കൂട്ടത്തിൽപ്പെട്ട ആളാ. ഉമർ റളിയല്ലാഹു ഫുൾ ടൈം അല്ല, ഷിഫ്റ്റ് ചെയ്തിട്ടാ പഠിക്കുക. ഒരു സുഹൃത്തിനെ കൂട്ടും, ഞാൻ നീ ഖുർആൻ പഠിക്കുന്ന ഒരു സുഹൃത്താട്ടോ, നീ ഒരു ദിവസം നബിന്റെ അടുത്ത് പോയി പഠിക്കാൻ, നീ ജോലിക്ക് പോകാം, വൈകുന്നേരം നമുക്ക് കണ്ടുമുട്ടുക, ജോലിയുടെ വരുമാനത്തിന് പകുതി നിനക്ക് എടുക്കും, നീ പഠിച്ചത് മുഴുവൻ എനിക്ക് പറഞ്ഞുതരാം, നാളെ ഞാൻ പോവുക, പിറ്റേ ദിവസം നീ പഠിക്കും. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പഠിച്ചവര് വേറുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒന്നും അവസ്ഥയില്ലല്ലോ. ഇപ്പോ സത്യത്തിൽ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ഈ അറിവ് സമ്പാദിക്കുക എന്നാണ് എന്താ അതിന്റെ അർത്ഥം? നമ്മളിപ്പോ അറിവ് നേടല്ലേ, അതിന്റെ അർത്ഥം എന്താ? ആയിട്ടില്ല, എന്റെ വീട്ടിൽ എന്റെ അർത്ഥം എന്താ? മീറാസുൻ നബി, നബിന്റെ അനന്തര സ്വത്ത് പങ്കിട്ടെടുക്കുകയാണ്. നബിന്റെ അനന്തര സ്വത്ത് എന്താ? അനന്തര സ്വത്തില്ലേ? അനന്തര സ്വത്ത് ഏതാ? ഹുവൽ കിതാബ് വസ്സുന്ന വൽ ഇൽം. അതാണ് നബി നമുക്ക് തന്ന അനന്തര സ്വത്ത്. അല്ലാഹുവിന്റെ കിതാബ്, നബിന്റെ ചര്യ, അതിലെ അറിവുകൾ, അതാണ് നമ്മുടെ അനന്തര സ്വത്ത്. അത് പങ്കിട്ടെടുക്കാണ്. എല്ലാ ബുധനാഴ്ച മഗ്‌രിബിന്റെ ഇടയിൽ നമ്മൾ പങ്കിട്ടെടുക്കണ്ടേ? നമ്മുടെ ഓഹരി എടുക്കാൻ താല്പര്യം കാണിക്കണ്ടേ? അല്ലേ? ഓഹരി ഈ വാക്കപ്പഴങ്ങൾ കേട്ടില്ല. ഓഹരി പങ്കുവെക്കുക. ഓഹരി വാപ്പാക്ക് ഒരു 50 കോടിന്റെ ആസ്തി ഉണ്ട് മനസ്സിൽ. ആ വാപ്പാന്റെ 3-4 മക്കളിൽ നിങ്ങളൊരു മകളോ മോനാണെന്ന് വിചാരിച്ചോ, ചുരുങ്ങിയത് എത്ര കോടി കിട്ടും? നമ്മളൊരു നാളൊക്കെ തന്നെ ഒക്കെ അറിയില്ലേ? നോക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഇതിനേക്കാളും വലുതാണിത് നബി തന്ന അനന്തര സ്വത്ത്. അത് നിങ്ങളുടെ ഓഹരി ഒരാഴ്ച നിങ്ങൾ എടുത്തിട്ട് പോകണ്ടേ? അവിടെ ഇങ്ങനെ ക്ലാസ് തുടങ്ങുമ്പോ വന്ന ആൾക്കാർക്കറിയാം, കയ്യില്ലാത്ത ഇറച്ചിക്ക് ഇരിക്കണ പോലെ ഇങ്ങനെ നിങ്ങളെ കാത്തിരിക്കുക. വാപ്പാന്റെ സ്വത്ത് ഓഹരി വെക്കുകയാണെങ്കിൽ 8 മണിക്ക് മക്കളൊക്കെ പാടെ മീറ്റിംഗ് തുടങ്ങുമ്പോ നിങ്ങൾ എത്ര മണിക്ക് വീട്ടിലെത്തും? രാവിലെ ഞാൻ ഈ തലേദിവസം തന്നെ വരാട്ട. ഇവിടെ റൂമ് കുറവാണ്, ഞാൻ ഹോളിൽ കിടന്നുണ്ട്. ഈ ഓഹരി, നിങ്ങളുടെ ഓഹരി എടുക്കാൻ നേരത്തെ വരണം. നമ്മൾ ഇത് ശരിക്കും നബി തന്ന അനന്തര സ്വത്ത് നമ്മൾ പങ്കിട്ടെടുക്കണം. നിങ്ങളുടെ ഓഹരി എടുക്കാനുള്ള താല്പര്യം ഓരോ ബുധനാഴ്ച ഇങ്ങനെ മനസ്സിലുണ്ടാവണം. ഒരിക്കൽ ഖുർആൻ മഹാപണ്ഡിതന്മാരിൽ നബിന്റെ ഒരു അനുചരന്മാരിൽ ഏറ്റവും 1ാം സ്ഥാനത്തുള്ള ഒരു അനുചരനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിന്റെ സ്വഹാബത്തിനോട് പറയണേ, നബിന്റെ അനുചരന്മാരോട് പറയണേ, നിങ്ങൾ 4 പേരിൽ നിന്ന് ഖുർആൻ പഠിച്ചോളൂ, ഒരിക്കലും തെറ്റൂല. അതിൽ ഒന്നാമത് നബി പറഞ്ഞ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ആ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും കുറച്ച് ആൾക്കാർ ഇങ്ങനെ ഇരിക്കുന്നു, അദ്ദേഹത്തിന്റെ കൂട്ടാളി. അപ്പൊ എന്തിനായിരിക്കാം ഈ നബിന്റെ സ്വഹാബത്തിൽ ഖുർആൻ മഹാപണ്ഡിതന്മാരിൽ 1ാം സ്ഥാനത്ത് നബി എണ്ണിയ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന്റെ ചുറ്റും കുറെ ആൾക്കാർ ഇരിക്കുന്നത് എന്തിനായിരിക്കാം?
അറിവ് നേടാൻ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിൽ നിന്ന് ഖുർആൻ പഠിക്കാൻ. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോ അവരുടെ മുമ്പിലൂടെ ഒരു മരുഭൂവാസിയായ ഒരു ആറാബി നടന്നുപോയി. അപ്പൊ മരുഭൂവാസി ആറാബി ഇങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിന് ചുറ്റും കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടപ്പോ ചോദിച്ചു, അലാമായി ജിതമ ഹഉലായി, ഇത്ര ഇവരൊക്കെ നിന്റെ ചുറ്റും ഇരിക്കണത്? അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ മീറാഥി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖസ്സിമുന, അവര് നബിയുടെ അനന്തര സ്വത്ത് ഭാഗിച്ചെടുക്കുകയാണ്. അവർ വന്നിട്ട് ഓരോ ദിവസത്തെയും നബിന്റെ അനന്തര സ്വത്ത് അവരുടെ ഓഹരി എടുത്തിട്ട് പോകും. നമ്മുടെ ഓഹരി എടുത്തിട്ട് പോണ്ടേ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇപ്പോ നമ്മളിപ്പോ അനന്തര സ്വത്തായിട്ട് കണ്ടത് എന്തൊക്കെയാണ്? മനുഷ്യന്മാര്, നിങ്ങളുടെ ഇപ്പൊ കേട്ടതൊക്കെ സാധാരണ മനുഷ്യന്മാരെ കണ്ടത് ഏതാ? അൽമാൽ. ഏതാണ്? സമ്പത്താണ് അനന്തര സ്വത്തായിട്ട് നമ്മൾ ഭാഗം വെക്കുക. നമ്മുടെ ഈ സ്വത്ത്, ഈ അനന്തര സ്വത്ത് ആരുടേതാണെന്ന് അറിയാം. ഏത്? ഇത് അനന്തര സ്വത്തായി അനന്തരം എടുക്കുന്നത് ആരാണ്? എന്നാൽ നബിമാരുടെ പിൻഗാമികളായ ആൾക്കാരായ മുഅ്മിനീങ്ങളായ മുസ്ലിങ്ങളായ നമ്മൾ അനന്തരം എടുക്കേണ്ടത് എന്താണ്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ഇന്നൽ ഇൽമ മീറാസുൽ അംബിയ, നിശ്ചയമായും ഇൽമ് ഖുർആനിലെയും ഹദീസിലെയും ദീനിന്റെ അറിവാണ് ഏത്? നബിമാരുടെ അനന്തര സ്വത്ത്. നബിമാരുടെ അനന്തര സ്വത്ത് ഏതാണ്? അറിവാണ്. ഒരു നബിയും എന്ത് ചെയ്തില്ല? ദാവൂദ് നബി സുലൈമാൻ നബിനെ മാറ്റി നിർത്തിയ ബാക്കി ഏത് നബിയാ പണക്കാരനായിട്ടുള്ളത്? ഒക്കെ പട്ടിണി പാവമാണ്, സ്വന്തം അധ്വാനം കൊണ്ട് ജീവിച്ചവർ അല്ലെ? മുഹമ്മദ് നബി ഏറ്റവും വലിയ മിസ്കീനായിട്ട് പാവം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് ശരിക്കാലോചിച്ച് നോക്കുക. അപ്പൊ നബിമാർ അനന്തരം എടുത്തത് ഏതാണ്? അറിവാണ്. സമ്പത്ത് ധനികന്മാരുടെയും ധനാഢ്യന്മാരുടെയും രാജാക്കന്മാരുടെയും അനന്തര സ്വത്താണ്. അതാണ് നമ്മൾ അനന്തരം എടുക്കുന്നതെങ്കിൽ അത് ഇതുപോലെ നമ്മുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഒക്കെ ഇവിടെ വിട്ടേച്ച് പോകും. ആ യാത്രക്ക് ശേഷം നമുക്ക് ഉപകരിക്കുന്ന അനന്തര സ്വത്ത് ഏതാണ്? ഖുർആൻ. അതാണ് മരണം മുതൽ തുടങ്ങി അല്ലെ എവിടെ വരെ ഖുർആൻ എത്തിച്ചു? അള്ളാഹുവിനെ തൃപ്തി മേടിച്ചത് സ്വർഗത്തിന്റെ ഉയരങ്ങളിൽ കൈപിടിച്ച് കൊണ്ടുപോയി. അതുകൊണ്ടാണ് നബിയുടെ സ്വഹാബത്തെ എന്ത് ചെയ്തത്? ഈ അറിവ് നേടാൻ വേണ്ടി അവരുടെ ഒരു അധ്വാനം. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹുവിന്റെ ഒരു സംഭവങ്ങൾ കേൾക്കും. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു വിവരം ബലഗനി ഹദീസുൻ അൻ റജുലിൻ സമിഅഹു മിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് നബിന്റെ ഒരു നബിവചനം അയാൾ കേട്ടിട്ടുണ്ടെന്നുള്ള വിവരം ആരും കേട്ടോ? എവിടെയാണ് അയാളെന്നറിയോ? ജാബിർ ബിൻ അബ്ദുല്ലാഹ് മദീനയിലാണ്. ക്ലിയർ? മദീനയുള്ള ജാബിറിന്റെ ചെവിയിൽ ഷാം സിറിയയിലുള്ള ഒരാൾക്ക് നബിയുടെ വചനം അയാൾ കേട്ടിട്ടുണ്ട് എന്നാണ്. മദീനയിൽ നിന്ന് ഷാമിലേക്ക് സിറിയയിലേക്ക് എത്ര ദൂരം കണ്ടു? 1500 അതിലേറെ കിലോമീറ്റർ ദൂരം. ശരിക്കും നോക്കണം കേട്ടോ, കറക്റ്റ് സെർച്ച് ചെയ്താൽ കിട്ടും. മദീനയിൽ നിന്ന് സിറിയയിലേക്കുള്ള എത്ര മണി കിലോമീറ്റർ ദൂരത്തൊക്കെ കിട്ടും. ഇപ്പൊ നോട്ട് ചെയ്യുന്നില്ല, കുറെ ദൂരം. ജാബിർ ഒരു ഹദീസ് അവിടെ ഉണ്ട്, അത് കിട്ടാൻ നഷ്ടപ്പെടാൻ പാടില്ല. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു ഒട്ടകത്തെ മേടിച്ചു. ഞാനൊരു ഒട്ടകം മേടിച്ചു. എന്നിട്ട് കുറച്ച് ആഹാരമൊക്കെ ദീർഘയാത്രയുണ്ട്, ആഹാരമൊക്കെ സജ്ജീകരിച്ചു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? എത്ര മാസം? 1 മാസം ഞാൻ യാത്ര ചെയ്തു. എന്നിട്ടാണ് എവിടെ എത്തിയത്? ഞാൻ അങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കൽ 1 മാസത്തിന് ശേഷം യാത്ര ചെയ്ത് അവിടെ എത്തി, ഷാമിലെത്തി. അപ്പൊ ഇത് അങ്ങോട്ട് പോകാൻ, ഇനി തിരിച്ച് മദീനയിലേക്ക് മടങ്ങാനോ 1 മാസം. ഇനി അതിൻ്റെ ഇടയിൽ ചിലപ്പോ യാത്രയല്ലേ, തിരിച്ചു വരുമ്പോഴോ മറ്റൊക്കെ എന്ത് ചെയ്യാം, അങ്ങോട്ടൊക്കെ ആവാം. അപ്പൊ 2 മാസത്തിലേറെ. അപ്പൊ 1 മാസം യാത്ര ചെയ്ത് കഷ്ടപ്പെട്ട് ഇന്നത്തെ പോലെ സുഖമായിട്ട് AC ഇട്ട് പോണ വാഹനമല്ല. രാത്രിയാണ് യാത്ര, പകലാണ് യാത്ര. രാത്രി യാത്ര ചെയ്യൂല. എങ്ങനെയാണ്? പകൽ ഈ ചൂടിൽ ഇങ്ങനെ പോകും. പൊടിക്കാറ്റ് വരുമ്പോൾ ഒട്ടകത്ത് മുട്ടുകൊത്തിയിട്ട് മാറ്റിങ്ങനെ ഒതുങ്ങിയിരിക്കണം.
അപ്പോഴാണ് ഈ കണ്ണു മാത്രം കാണുന്ന അറബിയുടെ മൊത്തം കെട്ടുന്നുണ്ടില്ലേ, തലപ്പാവ് കഴിച്ച് മൊത്തം കെട്ടുന്നതിന് ഒതുങ്ങിയിരിക്കും. പൊടിക്കാറ്റ് മാറിയിട്ടാണ് യാത്ര. ഇതൊക്കെ തരണം ചെയ്യണം. രാത്രി ആയാലോ എവിടെ എത്തി അവിടെ ഒരു ചെറിയ ടെന്റ് അടിച്ച് അവിടെ താമസിക്കുക. ഇനി ടെന്റിലെ ആ മണലിലോ കല്ലിലോ കിടക്കുക. ചിലപ്പോൾ നേരെ കൊണ്ട് തിന്നാൻ കിട്ടില്ല, ചിലപ്പോൾ വെള്ളം കഴിഞ്ഞാൽ വെള്ളമുള്ള ഭാഗം വരെ ദാഹിച്ച് നടക്കണം. ഇത്രയും ശ്രമം നടത്തിയത് ഏതിനാ? ഒരു നിബിവചനം കേൾക്കാൻ. നമുക്ക് ആയത്തും നിബിവചനം കേൾക്കാൻ ഇങ്ങനെ കഷ്ടപ്പെടണം. വണ്ടി എടുത്തത് മുറുക്കി അവിടെ എത്തി. ഒരു മാസം നടക്കണോ, പട്ടിണി കിടക്കണോ, അങ്ങനെ എത്തി. അപ്പോഴാണ് അവിടെ എത്തിയപ്പോ അവിടെ ഡോറിൽ ആരുണ്ട്? അബ്ദുല്ലാഹിബ്നു ഉനൈസ് ഉണ്ട്. അപ്പൊ പറഞ്ഞു പണ്ടെടുത്ത് പോയിട്ട് ജാബിർ വന്നു പറയും. അപ്പോ പുറത്ത് വന്ന് ഇവര് ഗാഢ ആലിംഗനം ചെയ്തു. ഗാഢ ആലിംഗനം ചെയ്തിട്ട് ജാബിർ പിന്നെ അബ്ദുള്ള പറയാം, എനിക്ക് പേടിയായി. ഇതൊക്കെ അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ അടുക്കൽ ഖിസാസ് പ്രതിക്രിയയുമായി ബന്ധപ്പെട്ട നിബിവചനങ്ങൾ കേട്ടു എന്ന് ഞാൻ അറിഞ്ഞിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. എനിക്ക് ഈ യാത്രയിൽ മുഴുക്കെ ഈ ഒരു മാസം എനിക്ക് ഭയങ്കര പേടിയായി. എന്താ പേടി? നീ മരിക്കുമെന്ന് എനിക്ക് പേടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പേടിയുണ്ട്. മരണത്തെ പേടിച്ചതാണോ? മരണത്തെ എല്ലാം പേടിച്ചത് ഏതാണ്? ഞാൻ ആ നിബിവചനം കേൾക്കുന്നതിന് മുമ്പ് നീ മരിക്കുമെന്ന് പേടിയുണ്ട്, അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പേടിയുണ്ട്. ഇവിടെ ഒരു മാസം സഞ്ചരിച്ച് എത്തിയത് ഇത് കേൾക്കാനാണ്. അദ്ദേഹം മരിച്ച ആ നിബിവചനം നമുക്ക് കിട്ടാതെ പോകും. അല്ലെങ്കിൽ ഞാൻ മരിച്ചാൽ ആ നിബിവചനം എന്നിലൂടെ മറ്റുള്ളവർക്ക് കിട്ടാതെ പോകും. അവരുടെ മനസ്സാണ് അങ്ങനെ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തും പട്ടിണി കിടന്നും അങ്ങനെ കഷ്ടപ്പെട്ടും അധ്വാനിച്ചുമിട്ടാണ് അവരെന്ത് ചെയ്ത് ഈ അറിവ് ശേഖരിച്ച് നമുക്ക് പകർത്തി തന്നത്. നിങ്ങൾ ആലോചിക്കും, അവരെ പോലെ ആകാൻ കഴിയോ? പറ്റോ? കഴിയില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യുന്നൂടെ, ഉമറുള്ളാന്റെ പോലെ ഷിഫ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചൂടെ? ആഴ്ചയിൽ മഗ്‌രിബ് ഇശാന്റെ ഇടയിൽ കുറച്ച് സമയം, വെള്ളിയാഴ്ച ആ ജുമുഅന്റെ ആ ഒരു മുക്കാൽ മണിക്കൂർ നമുക്ക് മാറ്റി വെച്ചൂടെ? അതിന് വെറുതെ അല്ലല്ലോ. ഈ നിർബന്ധ ബാധ ചെയ്യുന്ന സമയത്ത് ധാരാളം പ്രതിഫലം വേറെ ഇല്ലേ? അപ്പൊ ഒരുപാട് കിട്ടി പറഞ്ഞു. മറ്റു പ്രതിഫലങ്ങളൊന്നും കണ്ണോടിച്ച് ഖുർആൻ പഠിക്കുന്നതിന് മറ്റു പ്രതിഫലങ്ങൾ എന്താ? ഖുർആനിൽ നിന്ന് ഒരക്ഷരം വായിച്ചാൽ 10 പുണ്യം. നമ്മളെ ഖുർആൻ പഠനത്തെ കുറിച്ച് പറഞ്ഞത് ലാഭകരമായ കച്ചവടം പറഞ്ഞു. ഇപ്പൊ നിങ്ങളും ഞാനും ചെയ്ത് ലാഭകരമായ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കും, പലോത്ത് വൻ ലാഭം ഉണ്ടാക്കുക. ഖുർആൻ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു കരുണ റഹ്മത്ത് ചൊരിയെന്ന് പറഞ്ഞു. ഖുർആൻ പഠിച്ച ആൾക്ക് വേണ്ടി ഖുർആൻ നാളെ പരലോകത്ത് സംസാരിക്കും. ആ സംസാരം നമ്മൾ കേട്ടു. മാത്രമല്ല ഖുർആൻ പഠിച്ചവരുടെ കയ്യിലാണ് എന്തുണ്ടാവും? വെളിച്ചുണ്ടാവും. തെറ്റുകളിൽ വീഴാതിരിക്കാനുള്ള വെളിച്ചം. അവർക്ക് തെറ്റുകൾ വീഴാൻ പറ്റൂല, തെറ്റുകൾ ചെയ്യൂല. ഈ ഖുർആൻ പഠിച്ചവർക്ക് ഇത് ഖുർആൻ നിനക്ക് പരലോകത്തിലേക്കുള്ള ഒരു സൂക്ഷിപ്പ് മുതലാണ്. കഴിഞ്ഞിട്ടില്ല. ബികുല്ലി ആയത്തിൻ ദർജ, ഓരോ ആയത്തിലും സ്വർഗത്തിലൊരു പദവിയാണ് ഖുർആൻ പഠിച്ചവർക്ക് അന്ന് കൊടുക്കുക. ഖുർആനിൽ നൈപുണ്യം നേടിയ ഒരു പരലോകത്ത് പുണ്യവാളന്മാരായി മലക്കോടൊപ്പം അവരുടെ സഞ്ചാരം, യാത്രയൊക്കെ. അപ്പൊ നിങ്ങൾ ആലോചിച്ചു, ഇത്രയേറെ ഗുണം കിട്ടുന്ന ഒരു കാര്യം. നമുക്ക് ഗുണം കിട്ടുന്നത് ഈ ഭൂമിയിൽ ഇഷ്ടമില്ലാത്ത ഒരാളുടെ തീരുമാനം പിശാച്. അപ്പൊ അവനെന്ത് ചെയ്യും? നമുക്ക് ഗുണം കിട്ടുന്നതാണ് ഈ സദസ്സ് ഉറപ്പിച്ചില്ലേ? അപ്പൊ അവനെന്ത് ചെയ്യും? നമ്മളെ പിന്തിരിപ്പിക്കും. അപ്പോ ഇത് കേൾക്കാനും പഠിക്കാനും വരാത്തവർ പിശാചിന്റെ പിടുത്തത്തിൽപ്പെട്ടിരിക്കുക. അപ്പോ ഓരോ ബുധനാഴ്ച ആലോചിക്കുക, ഞാനിപ്പോ ശരി, ചിലർക്ക് എന്ത് ചെയ്യും? ചില ദിവസങ്ങളിൽ മരണോ എന്തെങ്കിലുമൊക്കെ ആവശ്യം, അത് അള്ളാഹ്ക്ക് അറിയാം, അവരുടെ സാഹചര്യം. ഇന്ന ആവശ്യം കൊണ്ടാണ് അയാൾ വരാതിരുന്നത്, അല്ലെ? എന്നാൽ അവരുടെ മനസ്സെന്താവും? കുറച്ചോനെ ബുധനാഴ്ച ക്ലാസ് ഒക്കെ എന്തായിരിക്കും, എന്തൊക്കെ പറഞ്ഞ ആയത്തെ ഏതാ നബി ഇത്ര പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങള് അവിടെയാണെങ്കിൽ മനസ്സ് മുഴുക്കെ ഇവിടെ ക്ലാസ് കഴിഞ്ഞുകൊണ്ട് വന്ന ആൾക്കാരെ എന്തൊക്കെ പഠിപ്പിച്ചു വിളിച്ച് ചോദിക്കുകയും ചെയ്യും. അത് മാറ്റി
ആഖിറത്തിൽ എത്തണം. അതല്ലാത്ത സമയത്ത് നമ്മൾ ഖുർആൻ കേൾക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ 5 ഇന്ദ്രിയങ്ങൾ തന്നില്ലേ, പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ? ഏതൊക്കെയാണ്? നമുക്ക് കാര്യങ്ങൾ, പുറത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന 5 ഇന്ദ്രിയങ്ങളിലേക്ക് അല്ലെ, കണ്ട്, സ്മെല് ചെയ്ത്, ടേസ്റ്റ് ചെയ്ത്, കേട്ട്, ടച്ചിങ്ങിലൂടെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കാര്യങ്ങൾ മനസ്സിലാക്കാം. അല്ലാഹു ഈ കഴിവ് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൗതികമായ ഗുണം കിട്ടുന്ന അറിവ് നേടാനാണ് നമ്മൾ ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ശരിയല്ല? ഇത് ഭൗതികമായ, ശരിക്കും കേൾക്കുന്നത്, ഭൗതികമായ അറിവ് നേടാനും ആ നിലക്ക് ദുനിയാവിൽ ധാരാളം ഗുണം ഉണ്ടാക്കാൻ ഇത് ഉപയോഗിക്കണം. അള്ളാഹു ഇതിന് മാത്രമല്ല തന്നത്. എന്തിനാണ്? പരലോകത്ത് നമുക്ക് ഗുണം കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കാനും അറിയാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ കൂടിയാണ് ഈ കഴിവ് തന്നത്. എന്നിട്ട് ഇതൊക്കെ തന്നത് പടച്ചോൻ. എന്നിട്ട് പടച്ചോൻ പറഞ്ഞത് പഠിക്കാണ്ടിരിക്കുമ്പോ ഒരു കാര്യം ഉറപ്പിക്കുക, അവരോട് അള്ളാഹ്ക്ക് ദേഷ്യം, ഭയങ്കര ദേഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഇന്നല്ലാഹ തആല യുബഗിദു, നിശ്ചയമായും അള്ളാഹ്ക്ക് ദേഷ്യം. ആരോടെന്ന് അറിയോ? കേട്ടോളെ, കുല്ല ആലിമിൻ ബിദ്ദുനിയ, ദുനിയാവ് പറയും, ദുനിയാവ് ഭൗതികമായി അറിവ് നേടിയ എല്ലാവരും. പക്ഷേ അയാൾക്കൊരു കുഴപ്പമുണ്ട്. ഏതാണ്? അതേ മനുഷ്യൻ ആരാണ്? ജാഹിൽ ബിൽ ആഖിറ. ആരാണ്? പരലോക കാര്യത്തിൽ അയാൾ ജാഹിലായി. അപ്പൊ ഈ ഹദീസിന്റെ അർത്ഥം പറയും, ഭൗതികമായി ധാരാളം അറിവ് അല്ലെ, ഭയങ്കര നോളജ് ഉള്ള ആൾ. എങ്ങനെ നമ്മൾ പറഞ്ഞില്ലേ, എഡ്യൂക്കേറ്റഡ് പേഴ്സൺ ആണ്. ഭൗതികമായി നല്ല അറിവ് നേടുകയും എന്നാൽ അതേ മനുഷ്യൻ പരലോകം മതപരമായി അറിവില്ലാത്തവനാവുകയും ചെയ്താൽ അത്തരത്തിലുള്ള എല്ലാവരോടും അള്ളാഹ്ക്ക് ഭയങ്കര ദേഷ്യം. അപ്പൊ നമ്മുടെ മക്കൾക്ക് ഭൗതികമായ അറിവ് നൽകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ എന്തൊക്കെ ചെയ്യേണ്ടത്? എത്ര കൊല്ലം പഠിപ്പിക്കും? എന്നാലും ചുരുങ്ങിയത് 20 കൊല്ലം പഠിച്ചതിന്റെ പിന്നെ മൂപ്പര് വേറെ എന്ത് ചെയ്യും? ജോലിയിലേക്ക് കയറിയിട്ട് അതിന്റെ ഹയർ സ്റ്റഡി വേറെ ജോലി കയറിയപ്പോ ആ സൂപ്പർ പോസ്റ്റിൽ എത്തണമെങ്കിൽ ആ കോഴ്സ് കൂടി അറ്റൻഡ് ആവും. എന്നിട്ട് എന്ത് ചെയ്യും? ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വേറെ. അങ്ങനെ ഭയങ്കര, നമ്മൾ പറയില്ലേ, മക്കൾക്ക് ആലോചന വരുമ്പോ പറയും, മോന് എന്ത് ചെയ്യുന്നു, മോന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ പറയുമ്പോ പറയും, ബിടെക് എഞ്ചിനീയറാണ്, ഡോക്ടറാണ്. ഓക്കെ, അതേ മനുഷ്യനോട് പാപ്പാന്റെ മയ്യത്ത് നമസ്കരിക്കാൻ പറഞ്ഞല്ലോ, അറിയില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കും, ഭൗതികമായ അറിവ് നേടുകയും എന്നാൽ പരലോകത്തിന്റെ കാര്യത്തിൽ അറിവ് നേടാതിരിക്കുകയും ചെയ്ത എല്ലാവരോടും അള്ളാഹ്ക്ക് ദേഷ്യം. ഉറപ്പാണ് ഈ ദുനിയാവെന്ന് നമ്മളെ യാത്രയാക്കുന്ന ഒരു ദിവസം നമ്മുടെ റൂഹ് പോയി, റൂഹിനെ മനക്കുന്നോത്തുകൊണ്ട് ഈ റൂഹില്ലാത്ത ആ റൂഹ് പാർത്ത ശരീരം ഈ ദുനിയാവിന് വേണ്ട. ആ ശരീരത്തിനൊരു യാത്രയപ്പെട്ട് മയ്യത്ത് കുടിപ്പിച്ച് കഫൻ ചെയ്ത് ആ ഖബറിലേക്ക് വീട്ടിൽ നമ്മുടെ മുമ്പിലൂടെ എടുത്തിട്ട് പോകും. ആ സമയത്ത് നിങ്ങൾ നേടിയ ആലിമിന്റെ ദുനിയ, ഭൗതിക അറിവ് കൊണ്ട് നേടിയ സർട്ടിഫിക്കറ്റും സാക്ഷ്യപത്രങ്ങളും എക്സ്പീരിയൻസും ജോലികളും സ്വത്തും ഒക്കെ എവിടെ? ആ റൂഹിന്റെ കൂടെ പോയിട്ടില്ല. മറിച്ച് അതേ മനുഷ്യൻ അങ്ങനെ ജാഹിലില്ലാതെ ഈ പോയി ഇനി സ്ഥിര ജീവിതത്തിലൊക്കെ പോണത്. ആ ജീവിതത്തിൽ ഗുണം കിട്ടാൻ വേണ്ട കാര്യത്തിൽ ഇയാളാരാ? ജാഹിലാണ്. ഒരു അറിവില്ലാത്തവരാണെങ്കിൽ അയാൾ പരലോകത്തേക്ക് പോയത് അള്ളാഹുവിന്റെ എന്തേറ്റിട്ടാണ്? കോപം. അപ്പൊ ദുനിയാവിൽ നിന്ന് നമ്മൾ പോകുമ്പോ അള്ളാഹിന്റെ കോപം ഏറ്റവരാകരുത് അല്ലെ? അള്ളാഹിന്റെ ശാപം ഏൽക്കണം വേണ്ട. എന്താ വഴി? രക്ഷപ്പെടാനുള്ള വഴി എന്താ വഴി? ആലിമിന്റെ ദുനിയ, ദുനിയാവിൽ നമുക്ക് അറിവുണ്ടാകണം. ആലിമില്ല പരലോക കാര്യത്തിലും എഴുതിയത് ഭൗതിക അറിവിന് വേണ്ടി പരലോകം മതപരമായ അറിവിനെ മാറ്റിവെക്കണം. രണ്ട് ലോകത്തും ഹൈറ് പഠിച്ചോ തരാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്.
ആ രണ്ട് ലോകത്ത് ഹൈർ കിട്ടാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ഒരു പടിക്ക് നമ്മൾ ഒരു പണത്തൂക്കം കൂടുതൽ, അങ്ങനെയല്ല പറയാ, അതൊരു പൊൻതൂക്കം കൂടുതൽ. ഒരു പണത്തൂക്കം കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതിലാണ്? പരലോകത്തില് അറിവ് നേടലായി. അല്ലെങ്കിൽ ഈ ഹദീസ് മറക്കണ്ട, നമ്മൾ ഈ ശാപകോപങ്ങളേറ്റു. നിങ്ങൾ ആലോചിക്കുക, ആ യാത്ര എപ്പോഴും അള്ളാന്റെ കോപം ഏറ്റു പോകില്ല, അള്ളാന്റെ വിധുവാൻ തൃപ്തി കിട്ടിപ്പോണ്ടേ. അതിന്ന് പഠിക്കണം. ഖുർആൻ നമുക്ക് നേടിത്തരും. അതല്ല നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ്. ഖുർആൻ നമുക്ക് അള്ളാന്റെ തൃപ്തി പറഞ്ഞു മേടിച്ചു, ഖുർആൻ പറഞ്ഞു മേടിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യാ? ഖുർആനെ കൂട്ടുകൂട്ടി. അതെപ്പോഴും ബോധം ഉണ്ടാവണേ, ആ യാത്ര മറക്കാൻ പാടില്ല. ആലോചിച്ച് ഉറപ്പല്ലേ നമ്മുടെ മയ്യത്ത് ഇങ്ങനെ നമ്മുടെ വീട്ടുകാരൊക്കെ കുളിപ്പിക്കൊണ്ടൊരു ദിവസം കഫൻ ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുക. ആ യാത്രയിൽ തുണ ഏതാണ്? പരലോകത്തില് ഗുണം കിട്ടുന്ന അറിവുകൾ നേടി അതിനനുസരിച്ച് പ്രവർത്തിക്കുക. سوف يمضي بنا مركب للوداع يستحث الخطى والدموع الشراع عالم لم يزل يستلذ المتاع أنتم إخوتي خير هذا المتاع بعدكم لا يراد كيف أنسى أخي كيف يحلى الرقاد دمع عيني جرى واستطال السواد يا إله الورى ألطفا بالعباد يا إله الورى ألطفا بالعباد سوف يمضي بنا مركب للوداع يستحث الخطى والدموع الشراع عالم لم يزل يستلذ المتاع أنتم إخوتي خير هذا المتاع سوف يمضي بنا مركب للوداع يستحث الخطى والدموع الشراع عالم لم يزل يستلذ المتاع أنتم إخوتي خير هذا المتاع خير هذا المتاع سوف يمضي بنا مركب للوداع ആ കവിതയുടെ തുടക്കത്തിൽ എന്റെ ഓർമ്മ ശരിയാണ്, അലിയല്ലാന്റെ പൗത്രന്റെ കവിതയാണ് നിങ്ങൾ കേട്ടത്. ഒരു വാഹനം നിങ്ങളെ കൊണ്ടുവന്ന് പരലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ കവിതയുടെ തുടക്കം. ഉറപ്പാണ്. ആലോചിക്കും, ഞാനും നിങ്ങളും ഇല്ലാത്തൊരു ഭൂമി ഇവിടെ ഉണ്ടാവില്ല. ഇപ്പൊ നമ്മുടെ ഭൂമിന്റെ മുകളിലുണ്ട്, മക്കളെ കുടുംബമൊക്കെ ഒഴിവാക്കി ഞാനും നിങ്ങളും ഇല്ലാണ്ട് മക്കളും കുടുംബമൊക്കെ ഇവിടെ ജീവിക്കും. നമ്മളെ മറക്കും, അവർക്ക് പോകും, നമ്മുടെ ഓർമ്മയിൽ അവരുടെ ഓർമ്മയിലൊക്കെ പോകും. പിന്നെ നമ്മളായി നമ്മുടെ ഖബറായി. അവിടെ രക്ഷയുടെ വഴി സുബലസ്സലാം എന്ന ഖുർആനിൽ പറഞ്ഞ ഒറ്റ വഴിയുള്ളൂ. ഏതാണ്? രക്ഷയുടെ ഒരൊറ്റ വഴിയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ എവിടെ ഉണ്ടാകണം? മരിക്കുമ്പോ സുബലസ്സലാം രക്ഷയുടെ വഴിയായ ഖുർആന്റെ വാതിലൂടെ കടന്നു ചെയ്യണം. എവിടെ പോകണം? സ്വർഗത്തിലെത്തണം. അപ്പൊ അതിനെന്താ വഴി? എപ്പോഴാ മരിക്കാന്നറിയോ? ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? സദാസമയത്ത് നമ്മൾ എവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തുക. സുബലസ്സലാം ആ രക്ഷയുടെ വഴിയിലുണ്ട് എന്ന് അതിന്റെ അടുത്ത് കിടക്കണം. മരണം വരുമ്പോൾ ഉടൻ ആ രക്ഷയുടെ വഴിയിലൂടെ സ്വർഗത്തിലെത്തണം. അതിനാണ് സദാസമയം ഒരു ചിന്തിക്കുന്നത്. ഖുർആൻ അനുസരിച്ച് എങ്ങനെ പ്രവർത്തിക്കുന്ന വാക്ക്, എന്റെ വസ്ത്രം, എന്റെ നോട്ടം, ചിന്ത, ഖുർആൻ പഠിക്കുന്നു, കേൾക്കുന്നു. എപ്പോഴും ഖുർആനുമായി അതിന്റെ വിശദീകരണമായ ഹദീസുമായി ചേർന്ന് ജീവിക്കും. നമുക്ക് രക്ഷപ്പെടാൻ അള്ളാഹു തന്ന അള്ളാഹിന്റെ ഒരു സമ്മാനാണ് ഇത്. നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അല്ലെ, പാക്ക് കിട്ടി. നിങ്ങൾ ആ ഗിഫ്റ്റ് തുറക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ എന്താവും? ഉള്ളിലെന്താവും? നമ്മൾ എല്ലാ ആഴ്ചയും എന്താ ചെയ്യുന്നത്? അള്ളാഹിന്റെ ഓരോ ആയത്തും ഓരോ ആയത്തിലെ ഓരോ വാക്കുകളും അള്ളാഹു നമുക്ക് ഗിഫ്റ്റ് അല്ലേ? നമ്മൾ തുറക്കുക. നമ്മൾ അള്ളാഹുവിന്റെ ഈ ഗിഫ്റ്റാണ്. ഓരോ ആഴ്ചയും ചിലപ്പോ ഒരാഴ്ച ഒരായത്ത് തുറക്കും. സന്തോഷത്തോടെ നീ എനിക്ക് കേൾക്കണം.
എനിക്ക് പഠിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഇതിനൊരു സ്ഥിരത വേണം, ഉറച്ചു നിൽക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ സൂറത്തുൽ അൽഹാഖ 1 മുതൽ 17 ആയത്ത് വരെ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച 17 ആയത്ത് എവിടെ എത്തി നോക്കാം, പരിശോധിച്ച് 17 അല്ലെങ്കിൽ അതിന് ശേഷമുള്ള 18 ആയത്ത് നമുക്ക് തുടങ്ങാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടെ ഒരു സ്വാലിഹായ അമലായി അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നിന്റെ റഹ്മത്ത് കൊണ്ട് പുറത്തു മാപ്പാക്കി തരാം. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ എല്ലാ മാതാപിതാക്കളെയും എല്ലാ ബന്ധുമിത്രാദികളെയും മക്കളെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൊണ്ടുവരണം. അല്ലാഹുവേ, ഞങ്ങളെ എല്ലാവരെയും നിന്റെ എല്ലാ അദാബുകളിൽ നിന്നും നിന്റെ ഫദ്ൽ കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സ്വലിഹായ മുത്തഖീങ്ങളായ മുഅ്മിനീങ്ങളായ മക്കളാക്കി നീ പരിപാലിക്കണം. അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിച്ചാലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കളാക്കണം. അല്ലാഹുവേ, ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എന്നും ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച് ആ ഖുർആനിലൂടെ പരലോകത്ത് വലിയ ഗുണം കിട്ടുന്നവരാക്കി മാറ്റണം. അല്ലാഹുവേ, ഈ സദസ്സിൽ ഹാജരായ എല്ലാവർക്കും ധാരാളം ധാരാളം ഖൈറും ബർക്കത്തും നൽകി നീ അനുഗ്രഹിക്കണം. അല്ലാഹുവേ, ഈ സദസ്സിൽ ഹാജരായ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും ഞങ്ങളുടെ ഹലാലായ എല്ലാ ആവശ്യങ്ങളും ഫദ്ൽ കൊണ്ട് നിർവഹിച്ചു തരണമേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وصلى الله على نبينا محمد صلى الله عليه وسلم وسلام على المرسلين والحمد لله رب العالمين.